തിരുവനന്തപുരം കളക്ടറേറ്റിൽ നടന്നത് മോക്ക് ഡ്രില്ലിന്റെ ഭാഗമായിട്ടായിരുന്നു ബോംബ് ഭീഷണി സന്ദേശം. മോക്ക് ഡ്രില്ലിനിടയിൽ തേനീച്ചക്കൂടിളകുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. രാഹുൽ ജിനാഥ് വിവരങ്ങളുമായിട്ട്. രാഹുൽ, നേരത്തെ നമ്മൾ ജിബിനുമൊക്കെ അവിടെ നിന്ന് കുത്തേൽക്കുന്ന സാഹചര്യമുണ്ടായി. വലിയ 10-80 പേരാണ് ആശുപത്രികളിൽ ചികിത്സയൊക്കെ തേടിയത്. അപ്പോൾ ബോംബ് സന്ദേശം എന്നതായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു അപകടത്തിന്റെ സൂചന, അപകടം നടന്നുകൊണ്ടായിരിക്കാം പോലീസ് അത് മോക്ക് ഡ്രില്ലാണെന്ന വിവരം മറച്ചു വെച്ചതല്ലേ? ദിവിഷ്, അങ്ങനെ തന്നെയാവും. കാരണം ഉച്ചയ്ക്കാണ് DCPയുടെ ഓഫീസിൽ ഇത്തരത്തിൽ ഒരു വിവരം ലഭിക്കുന്നത്. അതായത് കളക്ടറേറ്റിൽ ബോംബ് വെച്ചിട്ടുള്ള വിവരം ലഭിക്കുന്നു. ആ ഘട്ടത്തിലാണ് പോലീസും ഫയർഫോഴ്സും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തുന്നത്. ഇപ്പോൾ എന്തായാലും വാർത്തകൾ പുറത്തു വരുന്നത് അത് ജില്ലാ ഭരണകൂടം തന്നെ നടത്തിയ മോക്ക് ഡ്രില്ലാണെന്നാണ്. അതായത് ഇത്തരത്തിൽ ഈ പറയുന്ന സന്ദേശങ്ങൾ അയച്ചിട്ട് എങ്ങനെയാണ് സംവിധാനങ്ങൾ പ്രതികരിക്കുക, ഫയർഫോഴ്സ് ആകട്ടെ പോലീസ് ആകട്ടെ മറ്റ് സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും, ഒപ്പം ഈ എമർജൻസി എക്സിറ്റിലൂടെ എങ്ങനെ ജീവനക്കാരെ പുറത്തിറക്കാം തുടങ്ങിയ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിക്കുക. അതിനിടയിലാണ് ഇത്തരത്തിൽ കൂടിന് ഈ ഒരു കൂടിൽ നിന്ന് തേനീച്ചകൾ പുറത്തേക്ക് വന്ന് 100ലധികം പേർക്കാണ് പരിക്കേറ്റത്. ആ ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെയാകും ഈ മോക്ക് ഡ്രില്ലായിരുന്നു എന്നുള്ള വാർത്ത പുറത്തു പറയാഞ്ഞത്. എന്തായാലും ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത് ജില്ലാ ഭരണകൂടം തന്നെ നടത്തിയ മോക്ക് ഡ്രില്ലാണ്. ഈ ബോംബ് ഭീഷണി സന്ദേശം അതിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളത്. ശരി. എന്തായാലും 19 പേർക്കാണ് ഈ തേനീച്ച കുത്തേറ്റ് പരിക്ക് പറ്റിയത്.